വാഴമുട്ടന്റെ അഴിയാക്കെട്ടുകൾ അഴിക്കൽ ശുശ്രൂഷ. ഈ ഞായറാഴ്ച വറക്കൽ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് രാത്രിയുടെ യാമങ്ങളിൽ ഒരു ഏകാന്ത പതികനായി അഴിക്കുവാൻ പറ്റാത്ത കെട്ടുകൾ വല്ലതുമുണ്ടോ, ഉണ്ടയിൽ അഴിച്ചു തരാം എന്ന് എരുമയമർന്ന കർണകടോര ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് കെട്ടഴിക്കൽ ശുശ്രൂഷകൾ തേടി അലയുന്ന വാഴമുട്ടൻ ബിനുവിനെയാണ്. ആ മുതലിനെ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ മറക്കുവാൻ വഴിയില്ലല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാവിലെ ആരാധനയുടെ നടുവിൽ നിങ്ങളുടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാമോ? അൽമമനഘടക ഈ ബ്രദറിനെ പിടിച്ചോ കേട്ടോ. തന്റെ മേലൊരു ശക്തി ഇറങ്ങി വരുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ ആളുമാറുക. എല്ലാരും കൂടെ കരമടിച്ച് ഉറക്കെ യേശുവേ എന്ന് വിളിച്ച്. ചുമ്മാ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാതെ ആ കൈയൊന്ന് പൊക്കി ഒരു സൂത്രം പറഞ്ഞാട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുളനടയിൽ നാട്ടുകാർ ഉറങ്ങിയ തക്കം നോക്കി ഭർത്താവുമായി പിണങ്ങി നിന്ന ഒരു യുവതിയുടെ വീട്ടിൽ അഴിയാത്ത ഒരു കുടുക്കഴിക്കുവാൻ കയറിയപ്പോൾ നാട്ടുകാർ വീടിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയും പോലീസിനെ വിളിച്ച് കയ്യോടെ പിടിച്ചേൽപ്പിക്കുകയും ചെയ്ത ആ ദൃശ്യങ്ങൾ ഞങ്ങൾ മുൻപ് നൽകിയിരുന്നു. മറന്നുവോ ആവോ? വണ്ടിക്ക് നമ്പരില്ലാതാ വന്നേക്കുന്നത്. ചിരിക്കുന്നതാണ് അവൻ, ചിരിക്കുന്നത്. നമ്പർ എടുക്കണം, വീഡിയോ എടുക്കും. അവനെ ഒന്നും ചെയ്യാത്തവന് പിന്നെ എന്തിനാ ജീപ്പേക്ക് ബിനു വാഴമുട്ടം. ഇവനാ ബിനു വാഴമുട്ടം. 2 മാസം തോൽപ്പിക്കാൻ വന്നേക്കുന്നു. ബിനു വാഴമുട്ടം പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാണ്. പാദയാത്ര പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതിന് വിശേഷം കൊണ്ട് ആ വണ്ടി നമ്മൾ കസ്റ്റഡിയിലുണ്ട്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം വാഴമുട്ടൻ പാതിരാത്രിയിൽ അങ്ങോട്ട് പോയുള്ള കെട്ടഴിക്കലും ബന്ധനവിടുതലും അങ്ങ് നിർത്തി. പകരം കെട്ടഴിക്കേണ്ടവർക്ക് പൊതിഞ്ഞുകെട്ടി അങ്ങോട്ട് കൊണ്ടുചെന്നാൽ കെട്ടഴിച്ചു കൊടുക്കും. കൗൺസിൽ റൂമിൽ നടക്കുന്ന ഈ കലാപരിപാടികൾ നേരിട്ട് കണ്ടവർ ഞങ്ങളോടത് വെളിപ്പെടുത്തുകയും ITV ന്യൂസ് അത് മുൻപ് കൊടുത്തിട്ടുമുണ്ട്. കേൾക്കേണ്ടവർക്ക് തപ്പിപ്പിടിച്ചത് കേൾക്കാവുന്നതാണ്. വാഴമുട്ടന്റെ യൂട്യൂബിലുള്ള അമറൽ ശുശ്രൂഷ കണ്ട് നാട്ടിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് വരെ അമ്മമ്മമാർ അഴിയാത്ത വള്ളിക്കെട്ടുകളുമായി പത്തനംതിട്ടയിൽ വന്ന് ഇറങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഇവന്റെ അമറലും കെട്ടുപൊട്ടിക്കലും കാരണം നാട്ടുകാർക്ക് കിടക്കപ്പുറതിയില്ലാതായി. പഞ്ചായത്തിൽ പരാതിയായി ഒടുക്കം നാട്ടുകാർ സന്തോഷ് മുക്കിൽ നിന്നും ഇവനെ ഓടിച്ചു. അപ്പോഴും അഴിയാത്ത പൊതിക്കെട്ടുകളും വള്ളിക്കെട്ടുകളും താങ്ങിപ്പിടിച്ച് അമ്മമ്മമാർ വരുന്നത് കണ്ട് പുതിയൊരു കേന്ദ്രം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാഞ്ഞ് വാഴമുട്ടൻ അങ്ങ് ആരംഭിച്ചു. സൂത്രം നല്ല സമയമെടുത്ത് അഴിക്കേണ്ടുന്ന വള്ളിക്കെട്ടുകളെ വീട്ടിൽ കൊണ്ടു നിർത്തി അഴിക്കൽ തുടങ്ങിയപ്പോൾ ഭാര്യയുമായി കലഹം തുടങ്ങി. അവർ സഹികെട്ട് ഒടുക്കം കുടുംബ കോടതിയിൽ ഡൈവേഴ്സ് കേസ് ഫയൽ ചെയ്തു. വാഴമുട്ടൻ തെളിവ് ചോദിക്കില്ല. കാരണം ലവനറിയാം ആ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന്. ഇതിനെയാണ് ദൈവികമായ ഇടപെടൽ എന്ന് പറയുന്നത്. ഒരു വശത്ത് കെട്ടഴിക്കൽ ശുശ്രൂഷയ്ക്കുള്ള ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. മറുവശത്ത് വാഴമുട്ടന് കടുത്ത ഷുഗറും പ്രഷറും, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരമോ ബലഹീനം എന്ന അവസ്ഥ. ആവശ്യമുള്ളപ്പോൾ ബാലൻ എഴുന്നേക്കുന്നില്ല എന്ന അവസ്ഥ. അമറി നോക്കി, സ്തോത്രം പറഞ്ഞു നോക്കി, നോ രക്ഷ. അങ്ങനെയാണ് കക്ഷി ഒരു ജഡീകനെ പോലെ, ലോകമനുഷ്യനെ പോലെ ഓൺലൈനിൽ തന്റെ കോവയ്ക്ക പടവലങ്ങ ആക്കുവാനുള്ള മരുന്ന് വരുത്തിച്ചത്. വാഴമുട്ടൻ അത് നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടാം. ദൈവകൃപയാൽ അതിന്റെ സകല വിവരങ്ങളും ഞങ്ങളുടെ കയ്യിൽ കിട്ടി. നാട്ടുകാരുടെ സകല വ്യാധിയും മാറ്റുന്ന, സകല കെട്ടുകളും പൊട്ടിക്കുന്ന വാഴമുട്ടൻ വലിപ്പം വെക്കുവാൻ ഓൺലൈനിൽ മേടിച്ച ആ മരുന്ന് എന്താണെന്ന് അടുത്ത ആഴ്ച ഞങ്ങൾ പറയാം. അതിനുശേഷം അമ്മിക്കല്ല് ചുമന്നുകൊണ്ട് പോകുന്ന പോലെയാണ് അത്രേ വാഴമുട്ടൻ ശുശ്രൂഷകൾക്ക് പോകുന്നത് എന്നാണ് കേൾവി. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണാത്തത് പറയത്തുമില്ല. ഈ കുടുംബം കലക്കിയുടെ യൂട്യൂബിലെ അമറൽ കണ്ട് നിരവധി പാവങ്ങളാണ് ഓരോ ആഴ്ചയും ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത്.
കൈവിഷം പറക്കൽ, പരീക്ഷ പാസ്സാക്കലടക്കം പല അത്ഭുതങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കടം വീട്ടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ നേർച്ചക്കാശ് വേണം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പഴങ്കഞ്ഞി അവന് കൊടുത്താൽ നിങ്ങൾക്ക് വിശക്കാതിരിക്കുവാനുള്ള സൂത്രം വാഴമുട്ടൻ പറഞ്ഞു തരും. മനസ്സിലായവർ ഒരു മുട്ടൻ സൂത്രം പറഞ്ഞാട്ടെ. വർഗീയതയടക്കം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. 10ാം ക്ലാസ് 10 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കാത്തവൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു BSc നേഴ്സ് IELTS പരീക്ഷ നല്ല സ്കോറിൽ പാസ്സായെന്ന് 2 കൈയും പൊക്കി ഒരു സൂത്രം പറഞ്ഞാട്ടെ. പക്ഷേ നീ കമ്മലൂരി എനിക്ക് തരണം, തരുമോ? പൈസ കിട്ടുമോ കൊടുത്ത? വെള്ളിയാ സുരേഷ് മാസ്റ്ററെ, വെള്ളിയാ കിട്ടുന്ന വാങ്ങിച്ചോ. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോകുക. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല, നിങ്ങൾ എന്നെ 1 മിനിറ്റ് കേൾക്കാൻ. ഓഫറിംഗ് എണ്ണുന്ന ആളുകള് എന്നെ ഇടക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, പാസ്റ്ററെ 10 രൂപ മാത്രമേ ഉള്ളെന്നാ പറയുന്നത്. ഏറ്റവും നല്ലത് നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ട് 10 രൂപ ഒക്കെ അങ്ങോട്ട് തള്ളി വെച്ചിട്ട് ഏറ്റവും നല്ല നോട്ട് ദൈവത്തിന് ഇടണം. നിങ്ങളുടെ ഓഫറിംഗ് കയ്യിലെടുത്ത് നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പോവാ. 22 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടാനുള്ളത്. എനിക്കല്ല, സഭയ്ക്ക് കിട്ടാൻ 22 ലക്ഷം രൂപ. ഒരു പെണ്ണ് വന്ന് കരഞ്ഞതാണ്. അവൾ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നച്ചാ എനിക്ക് വീടില്ല. ഞാനും കരഞ്ഞു, അവിടെ കൂടെ നിന്ന് കരഞ്ഞു. അവിടെ ഭർത്താവ് എന്റെ കൂടെ നിന്ന് കരഞ്ഞു, പിള്ളേരും കരഞ്ഞു. പിള്ളേരെ നാടകം പഠിപ്പിച്ചാന്നല്ലോ എനിക്കറിയാമോ. ഞാൻ സഹിച്ചാണ്ട് പറഞ്ഞു 1 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലുള്ള കൊടുത്തേക്കാൻ പറഞ്ഞു. അന്ന് കൊടുത്ത 2 വർഷമായി. പിന്നെ ഇന്ന് വരെ അവള് കരയാൻ വന്നിട്ടില്ല. അങ്ങനെ എത്ര പേരുടെ ഒരു തള്ളയുണ്ട് ഇവിടെ. എല്ലാ യോഗത്തിനും ചാടുന്ന തള്ള നേരത്തെ എന്നെ വന്ന് കണ്ടു. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാത്രി 11 മണിക്ക് തള്ളയെ കണ്ടുകൊണ്ടാണ് ഞാൻ സൈനിങ് ഓഫ് നടത്തുന്നത്. തള്ള എന്നെ എത്ര സമയം എന്നെ കാണും. എന്റെ ഇന്നൊരു 50,000 രൂപ വാങ്ങിച്ചു. പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. പറഞ്ഞു, ഇപ്പൊ താമസിക്കുന്ന സ്ഥലം വിൽക്കണം. വിൽക്കാനിരിക്കുന്നത് എന്നാന്നറിയോ? അതിന്റെ അടുത്തൊരു ആയില്യക്കാരുണ്ട്. നിന്റെ ഭർത്താവ് തളർന്നു കിടക്കുക വീട്ടിൽ. ഈ രാവിലെ നിന്റെ ഭർത്താവിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്റെ വീട്ടിലേക്ക് ദൈവശക്തി ഇന്ന് രാവിലെ ഉറങ്ങി വരാൻ പോകുകയാ. ആർദ്രവനം സകത്തനാഥന. എല്ലാരും കൂടെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. നീ എന്തിനാ വന്നേ? ഇവര് പറഞ്ഞ ജ്യോതിഷന്റെ അടുത്ത് പോയാന്നാ പറഞ്ഞേ. അപ്പൊ ജ്യോതിഷം പറഞ്ഞേക്കുന്ന എന്തോ കെട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവരടുത്ത് പോയാൽ കെട്ടടിയുന്ന. യേശു അത് അഴിച്ചുവിടുക, യേശു അഴിച്ചുവിടുക. എടുത്തേ, കെട്ടിയ കെട്ടൊക്കെ എടുത്തോ. കെട്ടിയതല്ല നീ അയച്ചോ. എന്റെ ശരീരത്തിൽ കെട്ടിപ്പൂട്ടിയതൊക്കെ നീ അയച്ചോ. അഴിക്ക എല്ലാം അയച്ചോ. എവിടൊക്കെയാ കെട്ടി? എടുക്ക. അയച്ചോ. ആണ്ടവര് ഭയപ്പെടുത്തും നിങ്ങളുടെ ഭർത്താവിനെ. പൈത്യത്തിനെ കേട്ടഴിഞ്ഞോ. എല്ലാരും യേശുവേ എന്ന് വിളിച്ചേ. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൈവശം കൊടുത്തിട്ടുണ്ട്. കവർ കൊണ്ടുവരണം. ഇദ്ദേഹത്തിന്റെ അകത്തുള്ള നമ്മൾ ഛർദ്ദിപ്പിക്കാൻ പോവാ. ഇന്ന് രാവിലെ യേശു നിങ്ങളുടെ വീട്ടിൽ വരും. എല്ലാം എടുത്തോ. അവന്റെ ശരീരത്തിൽ എടുത്തോ. കെട്ടുപൊട്ടിക്കോ. പ്രാർത്ഥിച്ചോ. എല്ലാരും പ്രാർത്ഥിച്ചോ. യേശുവേ. ഈ മോളെ ഒന്ന് പിടിച്ചോണം. ഇവിടെ മേൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് പിടിച്ചോണം. ഇവിടെ മേൽ ദൈവകൃപ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ മാറ്റങ്ങൾ ഇവിടെ മേൽ വരാൻ പോകുകയാ. ഇത്രയും വർഷം ഇവിടെ വലച്ച ദുഷ്ട ശക്തികളെ എല്ലാരും കൂടെ പ്രാർത്ഥിച്ചോ. യേശുവേ. എല്ലാരും കൂടെ പ്രാർത്ഥിച്ചോ. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. അഴിഞ്ഞു വാ.
മക്കളെ കെട്ടി പ്രാർത്ഥിച്ചോ. യേശുവിന്റെ മഹത്വം ഇറങ്ങി വരിക. മദ്യപാനം ഇന്ന് മാറും. അത് നിങ്ങളുടെ ഭർത്താവാ. കർത്താവ് ഇന്ന് രാവിലെ വിടുതൽ കൊടുക്കും. ഈ കുഞ്ഞ് അത് കണ്ട് സന്തോഷിക്കും. ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയുക, നിങ്ങളുടെ ഭർത്താവിന്റെ അകത്ത് മദ്യത്തെ കൈവശമുണ്ട്. പുള്ളിക്ക് നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല. ഇന്ന് രാവിലെ കെട്ടങ്ങ് അടിയാമോ. ക്ലാസ് ഇല്ലാത്ത ദിവസം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് നീ വീട്ടിൽ നിന്ന് പോതില്ലയോ? നിനക്കൊരു പ്രേമബന്ധമുണ്ട്, ആ പെണ്ണിന്റെ കൂടെ നീ പോന്നെ. അതൊരു ഹിന്ദു പെങ്കൊച്ചാ, ഞാൻ കാണുന്നുണ്ട്. സത്യല്ലയോ? ഇനിയും പോവല്ല, ഇന്ന് നിർത്തിക്കോണം. എക്സാം പാസ്സാകും, നീ അമേരിക്കയ്ക്ക് പോകും എന്ന് പാസ്റ്റർ പറഞ്ഞു. ഞാൻ അങ്ങനെ എക്സാം എഴുതുന്നതിന് മുമ്പേ തന്നെ പാസ്റ്റർ പറഞ്ഞു. എക്സാം എഴുതാൻ ചെന്നപ്പം ഭയങ്കര പാട് എക്സാം. ഞാൻ പാസ്റ്റർ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇവിടെ വന്നു. റിസൾട്ട് പാസ്റ്ററെ കൊണ്ട് തന്നെ നോക്കിപ്പിച്ചു. ഞാൻ പാസ്സായി. യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു. അങ്ങനെയൊന്നും പഠിച്ചെഴുതിയാലൊന്നും കിട്ടുന്നൊന്നും അല്ല IELTS. എന്നാലും ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ ജസ്റ്റ് നോക്കി എക്സാമിന് ഡേറ്റ് എടുത്തു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ധൈര്യമായിട്ട് പൊക്കോ. ഞാൻ പോയി എക്സാം എഴുതി. ഞാൻ ചെറിയൊരു ഹോൾ ടിക്കറ്റ് കിട്ടിയായിരുന്നു. ആ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ പാസ്റ്ററെ കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, എനിക്ക് എഴുതാൻ പോകാൻ വയ്യ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. എല്ലാ സൺഡേയും കയറി പാസ്റ്റർ എനിക്ക് റെഡിയാവുന്നില്ല എന്ന് പറഞ്ഞ് എന്നും ബുദ്ധിമുട്ടിക്കും, അല്ല എന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ ഒത്തിരി ഗ്യാപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നാട്ടിലിവിടെ വന്നിട്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറിയായിരുന്നു. പാസ്റ്ററോട് ചോദിച്ചിട്ട് തന്നെ കയറിയത്. എൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ മനുഷ്യൻ്റെ കണ്ണുനീരാണ്, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന മാത്രമാണ്. ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എല്ലാം പാസ്റ്റർ എനിക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചു തന്നതാണ്. ഇതുവരെ എൻ്റെ എല്ലാ സങ്കടത്തിലും എൻ്റെ കൂടെ നിന്ന് ഈ പാസ്റ്ററെ വിട്ട് ഞാൻ എങ്ങോട്ട് പോയി. ഇനി ശ്രീ റോണി വാഴമുട്ടന്റെ അമറൽ ശുശ്രൂഷ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കുന്നത് കേൾക്കുക. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി പലവിധ സസ്യങ്ങൾ കൊണ്ടും വൃക്ഷ ലതാദികൾ കൊണ്ടും മനോഹരമാണ്. അതുപോലെ തന്നെയാണ് ആത്മീയ മേഖലയിൽ പല വിധത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സസ്യങ്ങളുണ്ട്. വചനത്തിനനുസരിച്ച് യഥാർത്ഥ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന സസ്യങ്ങളാണോ എന്ന് നോക്കി വിവേചിച്ചറിഞ്ഞു പോയി പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത അമ്മാമ്മമാരും അച്ചായന്മാരും മുന്നിൽ നിൽക്കുന്നത് വാഴയാണോ മരവാഴയാണോ എന്ന് നോക്കാതെ വാ തുറന്ന് കെട്ടുകൾ അഴിയുന്നു, വിടുതൽ വരുന്നു, രോഗസൗഖ്യമുണ്ടാകുന്നു എന്നിങ്ങനെ 3-4 വാക്കുകൾ വാ തുറന്നു പറഞ്ഞാൽ പിന്നെ അവനെ അഭിഷിക്തൻ തിരുവടികളാക്കി ബെന്തക്കോസ്തുകാരന്മാർ പൂജിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു അഭിഷക്തൻ വാഴത്തിരുവടിയാണ് ബിനു വാഴമുട്ടം. ഇതുപോലെയുള്ള മാലിന്യങ്ങളെ ആരാധിക്കുവാനും പൂജിക്കുവാനും അടിമക്കുഞ്ഞാടികൾ റെഡിയായിട്ട് നിൽക്കുമ്പോൾ അഭിഷക്തൻ എന്തു ചോദിച്ചാൽ ഇവർ കൊടുക്കും. ഇവിടെ ദൈവത്തിന് യാതൊരു പ്രാധാന്യമില്ല. ദൈവത്തിന് ഒരു പ്രാധാന്യവും ഈ മൊണ്ണക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുമില്ല. അവർക്കെല്ലാം അവരുടെ വാഴ അഭിഷക്തനാണ്. വാഴ അഭിഷക്തൻ കമ്മലും മാലയും അരിഞ്ഞാണവും കൊലുസും ഒക്കെ ഊരിക്കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാം ഊരിക്കൊടുക്കും. അത് ആണായാലും പെണ്ണായാലും. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് തലത്തിൽ ആഭരണങ്ങളും സ്വർണവും മീശയും ഒക്കെ നിഷിദ്ധമാണ്. ഈ വാഴ അഭിഷക്തനെ കാണുമ്പോൾ പഴം തൊലി ഉരിച്ചു വച്ചിരിക്കുന്ന കൂട്ടല്ലേ, പൂനിലാവാണ്, മൂക്കിന് താഴെ രോമമില്ല. ദൈവത്തിന് മീശ ഇഷ്ടമല്ല. പെന്തക്കോസ്ത് നിൽക്കുന്ന പാസ്റ്റർമാർക്ക് മീശയില്ല. അതുപോലെ തന്നെ ഇവർക്ക് വില കൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം, വില കൂടിയ പെർഫ്യൂം ഉപയോഗിക്കാം, വില കൂടിയ വീടുകളിൽ താമസിക്കാം, വില കൂടിയ ആഡംബര കാറുകളിൽ നടക്കാം, സ്വർണം മേടിച്ച് ലോക്കറിൽ സൂക്ഷിച്ച് കാശ് കൂടുമ്പോൾ വിൽക്കാം, സ്വർണ്ണക്കടയും ബാറുകളും വില കൂടിയ ഹോട്ടലുകളും പാർട്ണർഷിപ്പിലും ബിനാമിയിലും എടുത്ത് നടത്താം. പക്ഷെ ദേഹത്ത് സ്വർണ്ണം ഇടില്ല. കാരണം ദൈവത്തിന് സ്വർണ്ണം ഇഷ്ടമല്ല. ഇതൊക്കെ ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നുവോ ആവും. പാസ്റ്റർമാരടക്കം വിശുദ്ധ കുശുമ്പാകാം, വിശുദ്ധ വ്യഭിചാരം ചെയ്യാം, വിശുദ്ധ ദൈവ്യാഗ്രഹമാകാം, അതുപോലെ തന്നെ ആരെ വേണമെങ്കിലും പറ്റിക്കാം, ആരെ വേണമെങ്കിലും കൊള്ളയടിക്കാം, ഒരു കുഴപ്പമില്ല. സ്വർണ്ണമിടാതെ മീശ പഠിച്ച് അന്യഭാഷ മാത്രം പറഞ്ഞാൽ മതി, ദൈവം നേരെ എടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളും. ഇവിടെ ഈ വാഴ അഭിഷക്തൻ ഒരു പയ്യൻ്റെ കാതിലെ കമ്മല് ഊരി മേടിക്കുന്നു. എന്നിട്ട് ആ കമ്മലെടുത്ത് തൻ്റെ സഹവാഴയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് കൊടുത്ത് കിട്ടുന്നത് മേടിച്ചോളൂ എന്ന്. ഭാഗ്യത്തിന് ആ പയ്യൻ സ്വർണം ഇട്ടുകൊണ്ട് വരാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ നഷ്ടം ഇതിലും വലുതായിരുന്നു. അത് വെള്ളിയാണെങ്കിലും ഈ ആർത്തി പിടിച്ചവൻ അത് വിറ്റ് കാശുണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അതിപ്പോൾ അമേദ്യം പൊതിഞ്ഞു കെട്ടി കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും അത് പിടിച്ചു പറിച്ച് മേടിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന വാഴ അഭിഷക്തന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ വാഴ അഭിഷിക്തൻ്റെ ആരാധനയിൽ 10 രൂപ സ്തോത്രകാഴ്ച ഇടാൻ പറ്റില്ല. ഏറ്റവും വലിയ നോട്ടുകൾ മാത്രമേ സ്തോത്രകാഴ്ച ഇടാൻ പാടുള്ളൂ. അഭിഷിക്തരായാലും പ്രവാചകന്മാരായാലും പാസ്റ്റർമാരായാലും വാങ്ങിച്ചേ ശീലമുള്ളൂ.
കൊടുത്ത് ശീലമില്ല. കൊടുത്ത് ശീലമുള്ളവനാണെങ്കിൽ ഈ പറ്റിക്കുന്ന തട്ടിപ്പ് വചന കമ്പനി കൊണ്ട് നടക്കില്ലല്ലോ. ഇവിടെ ഈ വാഴ അഭിഷക്തൻ്റെ ഒരു ബലഹീനത അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. ആ ബലഹീനത എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ കരച്ചിൽ കണ്ടാൽ അദ്ദേഹം ലക്ഷങ്ങൾ നൽകി സഹായിക്കും. അങ്ങനെ സഹായിച്ച് ഈ വാഴ അഭിഷക്തന് 22 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. പിന്നെ ഇവൻ പറയുന്നു ഇവൻ്റെ കടമല്ല, സഭയുടെ കടമാണെന്ന് ഇവൻ മാറ്റി പറയും. ഇവൻ്റെ കടമാണെന്ന് പറഞ്ഞാലും ഇവൻ്റെ സഭയുടെ കടമാണെന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ സ്ഥാപിച്ച സഭയല്ലേ, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവൻ മാറ്റി പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ സഭ എന്ന് കേട്ടാൽ കോരിത്തരിക്കുന്ന മൊണ്ണവിശ്വാസികൾ ലോൺ എടുത്തായാലും ദശാംശവും സ്തോത്ര കാഴ്ചയും കൊടുക്കുമെന്ന് ഇവനറിയാം. അതുകൊണ്ടാണ് ഇവൻ മാറ്റി പറഞ്ഞത്. ഇവിടെ 1 ലക്ഷം രൂപ വീട് വെക്കാൻ ഒരു സ്ത്രീയെ സഹായിച്ചു എന്നാണ് ഇവൻ ഇവിടെ പറയുന്നത്. പിന്നെ അവളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു തള്ളയെ സഹായിച്ചു, പിന്നെ ആ തള്ളയും കണ്ടിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. വാഴ അഭിഷക്തന് ദശാംശവും സ്തോത്ര കാഴ്ചയും കൊടുത്ത് സുഖിപ്പിച്ചാൽ ഈ വാഴ അഭിഷക്തൻ അമ്മച്ചി എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ തള്ള, അവള് എന്നൊക്കെ വിളിച്ച് അവൻ അപമാനിക്കും. ഇതാണ് നമ്മുടെ വാഴ അഭിഷക്തൻ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവൻ എന്താണ് സഹായിച്ചത് എന്ന് പറയുന്നത്. ഇവൻ കടം കൊടുത്തതാണെങ്കിൽ അവൻ കടം കൊടുത്തു എന്ന് വ്യക്തമായി പറയാം. ഇവിടെ സഹായമാണ് ചെയ്തതെങ്കിൽ ഇവൻ എന്തിനാണത് തിരിച്ചു ചോദിച്ച് നടക്കുന്നത്? ഈ സ്ത്രീകൾ തിരിച്ചെന്തെങ്കിലും സഹായം ഇങ്ങോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാണോ ഇവൻ കൊടുത്തത് പണം? ഒരാളെ ആത്മാർത്ഥമായി സഹായിക്കുകയാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയല്ലേ ഒരാളെ സഹായിക്കേണ്ടത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ സഹായം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതിനെ മുതലെടുപ്പെന്നാണ് പറയുന്നത്. ഇവിടെ ഈ അഭിഷക്തൻ ഞാൻ വിചാരിക്കുന്നവൻ മുതലെടുപ്പാണ് നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. ഈ പറച്ചിലൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഈ കാശൊക്കെ ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നുള്ളത്. മൊണ്ണക്കുഞ്ഞാടുകൾ എന്നും മണ്ടരായി ജീവിക്കാൻ പ്രതിജ്ഞയെടുത്ത് നടക്കുന്നിടത്തോളം കാലം മരവാഴ അഭിഷക്തന്മാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ കാശ് കൊയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ പറ്റിച്ച് എങ്ങനെ കാശുണ്ടാക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോട് മാത്രമാണ് തങ്ങളുടെ രോഗസൗഖ്യ ശുശ്രൂഷകൾ പരസ്യങ്ങൾ നൽകി യൂട്യൂബിലും TV-യിലും അവതരിപ്പിക്കുന്നത്. അതിപ്പോൾ കാശുണ്ടാക്കാൻ നടക്കുന്ന ഏത് പാസ്റ്ററും തൻ്റെ അത്ഭുത പ്രകടനങ്ങൾ ഇപ്പോൾ യൂട്യൂബ് വഴിയും TV വഴിയുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് മൊണ്ണകൾ ഇങ്ങനെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങ് ഓടുകയാണ്, നിർത്താതെ ഓടുകയാണ്. എവിടെ അഭിഷക്തനുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ഓടുകയാണ്. ഇവിടൊക്കെ ദൈവവുമില്ല, ദൈവത്തിനൊരു സ്ഥാനവുമില്ല. അങ്ങനെ ഇവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ അഭിഷക്തന്മാരുടെ പുറകെ ഇങ്ങനെ ഓടുമോ? ഇതുപോലെയുള്ള വാഴ അഭിഷക്തന്മാരാണ് ഇതുപോലെയുള്ള മണ്ടന്മാരായ വിശ്വാസികളെ വിശ്വസിപ്പിച്ചെടുക്കുന്നത്. ഞങ്ങളിലൂടെ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ വിടുതൽ നടക്കത്തുള്ളൂ എന്ന് ഇവരെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഇതെല്ലാം ഒരേ ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ ഈ പാസ്റ്റർമാരും പ്രവാചകന്മാരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററിൻ്റെ അടുത്തോ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ മതി. അവിടെയും പ്രവർത്തിക്കുന്ന ഇതേ ദൈവം തന്നെയാണ്. ഈ അത്ഭുതങ്ങൾ അവിടെ നടക്കൂ എന്ന് പറഞ്ഞ് ഒരു പാസ്റ്ററും പ്രവാചകനും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും വിളിച്ചു പറയുന്നത് തങ്ങളുടെ അടുത്ത് വരണമെന്നുള്ളതാണ്. ഇവിടെ വന്നെങ്കിലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വില കൂടിയ കാറിലും വിദേശ ടൂറും ഒക്കെ നടത്തണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വന്നെങ്കിലേ നടക്കത്തുള്ളൂ. എന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അതിനുവേണ്ടി എന്ത് അഭ്യാസങ്ങളും കോമാളിത്തരങ്ങളും ഞങ്ങൾ കാണിക്കും. അങ്ങനത്തെ ചില കോമാളിത്തരങ്ങളാണ് ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾ കണ്ടത്. ഇതൊക്കെ കമ്പനികളായിട്ട് പ്രഖ്യാപിക്കണം. ആത്മീയ വ്യവസായങ്ങൾ നടത്തുന്ന കമ്പനികൾ, ആദായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികൾ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ഞങ്ങൾ ആദായത്തിനായി ദൈവവചനം വിൽക്കുന്ന അനേകരെ പോലെയല്ല, പകരം പരമാർത്ഥതയോടും ദൈവം നിയോഗിക്കപ്പെട്ടവരെ പോലെയും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പോൾ ആദായത്തിന് വേണ്ടിയിട്ട് ദൈവവചനം വിൽക്കുന്നവരുണ്ടെന്നുള്ളത് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ ആദായത്തിനു വേണ്ടി ദൈവവചനം വിറ്റുകൊണ്ടിരിക്കുന്ന പല വാഴ അഭിഷക്തന്മാരെയുമാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഈ അമ്മാമ്മമാരോടാണ്. ഈ മരവാഴകളുടെ പുറകെ ഈ പണം കളഞ്ഞ് നടക്കുന്നതിന് പകരം 10 മൂട് വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൊല വെട്ടാമായിരുന്നു. വീട്ടുകാർക്കെങ്കിലും അതൊരു പ്രയോജനമായിരുന്നു. ഈ അഭിഷക്തന്മാരുടെ പുറകെയുള്ള സ്ത്രീകളുടെ മരണപ്പാശിലുകൾ എന്ന് നിൽക്കുവോ ആവോ?
അഭിഷിക്തനെന്ന് കേട്ട ചില അമ്മാമ്മമാർക്ക് ദൈവത്തിനെയും വേണ്ട, മക്കളെയും വേണ്ട, ഭർത്താവിനെയും വേണ്ട, അഭിഷക്തനെ മതി. ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഇവളുമാർ 1-2 അഭിഷക്തന്മാരെ കാശ് കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയേനേമായിരുന്നു. ഈ പെന്തക്കോസ് വിശ്വാസത്തിലുള്ളവർക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിലും പിശാചിൻ്റെ ശക്തി വലിയ വിശ്വാസമാണ്, പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക്. കൂടോത്രം, കൈവശം, ആയില്യം, നാള് എന്ന് വേണ്ട വാഴക്കച്ചി കൊണ്ട് ഒരു കോലമുണ്ടാക്കി അതിൻ്റെ മണ്ടയിൽ ഒരു കറിച്ചട്ടി കമഴ്ത്തിയാൽ പോലും 21 ദിവസത്തെ ബന്ധന വിടുതലിനുള്ള ഉപവാസ പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്യുന്ന അഭിഷക്തന്മാരുള്ള ഒരു സഭയാണ് ഇന്നത്തെ പെന്തക്കോസ് സഭ. ഈ വാഴക്കച്ചി കോലത്തിൻ്റെ ബന്ധന വിടുതലിന് വേണ്ടി ഉപവസിക്കുവാനും അമ്മമാർ റെഡിയായിട്ട് നിൽക്കുകയാണ്. അടുത്തുള്ള അയൽവക്കക്കാരൻ ആയില്യം നാളായതുകൊണ്ട് വീടും സ്ഥലവും വിൽക്കാനായിട്ടാണ് ഈ വാഴ അഭിഷക്തൻ അടിമക്കുഞ്ഞാടിനോട് പ്രവചിച്ചു പറയുന്നത്. അതുപോലെ തന്നെ ഈ അടിമ സഹോദരി ഏറ്റെടുത്ത് യേശു പറയുന്നു. 10 ആയില്യംകാരെ ആ പാകിസ്ഥാൻ്റെ അതിർത്തിയിലെങ്ങാനും കൊണ്ട് താമസിപ്പിച്ചിരുന്നുവെങ്കിൽ യുദ്ധത്തിൻ്റെ ആവശ്യം വരില്ലായിരുന്നു. ഇതുപോലെയുള്ള മൊണ്ണക്കുഞ്ഞാടുകളുടെ അജ്ഞതയാണ് വാഴ അഭിഷക്തന്മാരുടെ പണപ്പെട്ടി നിറയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയൊരു കാര്യമാണ് വാഴ അഭിഷക്തൻ്റെ ഈ ഭൂതത്തെ ഒഴിപ്പിക്കൽ. അഭിനയിക്കുവാണെന്ന് കണ്ടാൽ പറയുകയില്ല. എനിക്ക് വാഴ ബിനുവിനോട് പറയാനുള്ളത്, ഈ അഭിനയിച്ചവർക്ക് നീ പൊറോട്ടയും മുട്ടയും അല്ലാതെ കുറച്ച് പൈസയെങ്കിലും കൊടുക്കണം. ഇതിൽ ആ തമിഴൻ്റെ കൈയും കൊണ്ടുള്ള കെട്ടഴിക്കൽ വളരെ രസമായിരുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ടൈമിങ് വളരെ കറക്റ്റായിരുന്നു. എനിക്ക് ഈ വാഴ ബിനുവിനോട് പറയാനുള്ളത്, വാഴ ബിനു, നീ ഇങ്ങനെ വാളുവെപ്പിൽ തുടങ്ങുകയാണ് എങ്കിൽ ഈ ആരാധനാലയത്തിലും ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ പലപ്പോഴും മമ്മിമാർ തങ്ങളുടെ മക്കളെ ഉപദേശിച്ച് നേർവഴിക്കാക്കാൻ ചുമതലപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള വാഴ അഭിഷക്തന്മാരെയാണ്. ഇവിടെ ഒരു പയ്യനെ വാഴ അഭിഷക്തൻ ഉപദേശിക്കുകയാണ്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകരുത്, പ്രേമിക്കരുത്, പ്രേമിച്ചാൽ ഹിന്ദു പെൺകുട്ടിയെ പ്രേമിക്കരുത്. അപ്പോൾ പിന്നെ പെന്തക്കോസുകാരെ പ്രേമിക്കാമോ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം. ഹിന്ദുക്കൾ സ്തോത്ര കാഴ്ചയിട്ടാൽ അവരുടെ കാശ് വേണം. ഒരു ഹിന്ദു കൺവേർട്ടായാൽ ആ ഹിന്ദുവിനെയും കൊണ്ട് ലോകം മുഴുവനും സാക്ഷ്യം പറയിപ്പിച്ച് കാശുണ്ടാക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. മമ്മിമാരൊക്കെ ഈ ഉപദേശിക്കാൻ ഏർപ്പെടുത്തുന്ന ഈ അഭിഷക്തന്മാരൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ടുള്ളവനാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അടിമ സഹോദരി എങ്ങനെയാണ് ജനിക്കുന്നത് എന്നുള്ളത്. ഈ സഹോദരി പറയുന്നത് പാസ്റ്റർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏത് കാര്യത്തിനും പാസ്റ്റർ പാസ്റ്റർ പാസ്റ്റർ. പരീക്ഷ എഴുതാൻ പോയാൽ പാസ്റ്റർ, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്റ്റർ, ഹോൾ ടിക്കറ്റ് കിട്ടിയാൽ പാസ്റ്റർ, ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം പാസ്റ്റർ, റിസൾട്ട് നോക്കാൻ പാസ്റ്റർ, റിസൾട്ട് നോക്കി വിജയം പറയാൻ പാസ്റ്റർ, ജോലിയിൽ ഗ്യാപ്പ് വന്നാൽ പാസ്റ്റർ എന്ന് വേണ്ട ഊണിലും ഉറക്കത്തിലും എല്ലാം പാസ്റ്റർ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക വിശ്വാസികൾക്ക് വിശുദ്ധന്മാരാണ് മധ്യസ്ഥരെങ്കിൽ പെന്തക്കോസ് വിശ്വാസികൾക്ക് അഭിഷക്തനും പാസ്റ്റർമാരാണ് അവരുടെ മധ്യസ്ഥന്മാർ. അതുകൊണ്ടാണ് ഈ അടിമ സഹോദരി ഇവിടെ പറയുന്നത് പാസ്റ്റർ തനിക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചു മേടിച്ചു തന്നു എന്നുള്ളത്. ഈ ലോകത്ത് IELTS പാസ്സായിട്ടുള്ള എല്ലാവരും ഈ വാഴ അഭിഷക്തൻ പ്രാർത്ഥിച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഈ പരസ്യത്തിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ പാസ്സാകാൻ കഴിവില്ലാത്ത ആൾക്കാർ നേരെ വണ്ടി പിടിച്ച് ഈ വാഴ അഭിഷേകത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിലേക്ക് ചെല്ലണം. ഇവിടെ പഠിച്ച് ജയിക്കുന്നവർക്ക് യാതൊരു വിലയുമില്ല. നമുക്ക് അമേരിക്കയ്ക്ക് പോകണോ, ആഫ്രിക്കയ്ക്ക് വേണോ, ഓസ്ട്രേലിയക്ക് വേണോ, എവിടെ പോകണോ, അഭിഷക്തന്മാർ റെഡിയാണ്. തേണ്ട ഒരു ഗുണ്ടാപാസ്റ്റാണെങ്കിൽ കുത്തിയിരുന്ന് സീലടിയാണ്, എങ്ങോട്ട് വേണമെങ്കിലും വിട്ടോളൂ. അമ്മമാർ 5-6 പാസ്പോർട്ടും ഒക്കെ എടുത്തുകൊണ്ടാണ്, സ്വന്തമായിട്ടില്ലെങ്കിലും വല്ലവരുടെയൊക്കെ കടം മേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഗുണ്ടാപാസ്റ്റിനെ കൊണ്ട് സീലടിപ്പിക്കാൻ എന്ന് പറയുന്നതിൻ്റെ തൊട്ടാണ് ഈ വാഴ അഭിഷേകത്തിൻ്റെ അടുത്തോട്ടും ഇപ്പോൾ പരീക്ഷ പാസ്സാകാൻ കഴിവില്ലാത്ത ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അഭിഷേകത്തിൻ്റെ അടുത്തും പ്രാർത്ഥിക്കാൻ പോകാതെ നല്ലവണ്ണം പരീക്ഷ പാസ്സായി ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇവിടെ ഈ അടിമ സഹോദരി ഈ വാഴ അഭിഷേകത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർ ജയിക്കാനായിട്ടുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും ജയിക്കും. അതിന് ഈ വാഴ അഭിഷേകത്തിൻ്റെ യാതൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. സ്വന്തമായി പ്രാർത്ഥിക്കാൻ, കാരണം മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്, ആ അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അഭിഷേകത്തിനൊന്നും പ്രത്യേകതയൊന്നും ഇവിടെ ഇല്ല. ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി പരീക്ഷ എഴുതി അവർ ജയിച്ചേനേമായിരുന്നു. ഇവിടെ ഇപ്പം മുതലെടുത്തത് ആരാണ്? ഈ വാഴ അഭിഷേകൻ. ഇതുപോലത്തെ അടിമ അമ്മാമ്മമാരാണ് ഇന്ന് ആത്മീയ ലോകത്തിൽ ഈ അഭിഷക്തന്മാരെ വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം അവർ പറയുന്നത് പാസ്റ്റർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണേ എന്നൊരു പാസ്റ്റർ വേണം. അവർക്ക് ദൈവമില്ലാതെ ജീവിക്കാൻ പ്രശ്നമില്ല, പക്ഷെ പാസ്റ്റർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല.
എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വാഴകളുടെ പുറകെ നടക്കില്ല. അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വാസത്തിൻ്റെ കാരണക്കാരനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിങ്കൽ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കുക. അല്ലാതെ നമ്മളെപ്പോലെ പാപികളായ ഈ പാസ്റ്ററിലും അഭിഷക്തനിലും അപ്പോസ്തോലിലും പ്രവാചകനിലും പാതിരിയിലും ഒന്നുമല്ല നമ്മളുടെ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത്. ഓരോ പാസ്റ്ററും പ്രവാചകനും പാതിരിയും അഭിഷക്തനും അപ്പോസ്തോലിനും ദൈവത്തെ യഥാർത്ഥമായി കാണിച്ചു തരുന്ന ചൂണ്ടുപലകകളാണ് ആവേണ്ടത്. അല്ലാതെ സ്വയം ദൈവമായിട്ട് പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. ഇവരുടെ പുറകെ ഓടുന്ന ഓരോ അടിമവിശ്വാസികളും ഓർക്കുക, നിങ്ങൾ ഓരോ ആൾ ദൈവത്തിൻ്റെ പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിവന്മാർ എന്ന് പറയുന്ന സാധനങ്ങൾ വെറും മോഴകളും മൊണ്ണകളും ആയവരാണ് ഈ വാഴമുട്ടൻ്റെ അമറലിൽ ആകർഷകരായി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവൻ്റെ അമറലി കേൾക്കുമ്പോൾ ഭാര്യയുടെ പുറകിൽ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുന്ന മോഴകളെ നമുക്കവിടെ കാണാം. ചാച്ചര കേരളത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നോർക്കണം. അവസാനമായി വാഴമുട്ടനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കോവയ്ക്ക പടവലങ്ങയാക്കുവാനുള്ള ആ മരുന്നിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നത് എന്ന് തനിക്കൊന്ന് പ്രവചിക്കാമോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.